ഇന്ന് നമുക്ക് ബീറ്റ്റൂട്ട് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ആദ്യം തേങ്ങ അരിഞ്ഞെടുത്ത് ചൂടാക്കി എടുക്കണം. ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് റെഡിയാക്കിയിട്ട് വരാം. ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണേ. ഈ തേങ്ങയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞൊഴിക്കുന്ന ചുമന്നുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ഇതൊന്ന് പതിയൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വറുക്കണ്ട കേട്ടോ. തേങ്ങ നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇതുണ്ടോ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീര് മാറ്റണേ. നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ. ഇനി ഇതൊന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കണം ചൂടാക്കി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വാളംപുളി ചേർത്ത് കൊടുക്കണം കേട്ടോ. വെന്ത് പോകണ്ട, പയ്യെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. തേങ്ങയിലെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ആ ബീറ്റ്റൂട്ടിലെ ചെറിയ വെള്ളമായി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് വറ്റി തരണം. എരിവിന് നമ്മൾ ചേർക്കുന്ന മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടി ചേർക്കണേ. കാശ്മീരി മുളക് പൊടി ചേർത്താലും കുഴപ്പമില്ല. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടാക്കണം. കഴിഞ്ഞു, ഇത്ര ഉള്ളു പണി. ഇനി ഒരു ചെറിയ കഷ്ണം വാളംപുളിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതും ഒന്ന് ചൂടാക്കിയെടുക്കണം. പൊതിച്ചോറിനൊക്കെ കൊണ്ടുപോകാൻ നല്ലൊരു കറിയാണ് കേട്ടോ ഇത്. ഇനി തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇലയൊക്കെ വാട്ടിയെടുത്ത് നമ്മൾ പൊതിച്ചോറ് കിട്ടുമ്പോൾ എപ്പോഴും ഈ ഇല വാട്ടിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും പൊടിയുപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഇലയിലേക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തും തൂത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ചോറ് അതിലേക്കിട്ട് കെട്ടിയെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇലയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തൂത്ത് കൊടുക്കണം. ഒരുപാട് ആക്കരുത്. എല്ലാ അറ്റത്തും ഉപ്പിൻ്റെ അംശവും വെളിച്ചെണ്ണയുടെ അംശമൊക്കെ നിർത്തണം. എന്നിട്ട് ഇതിലേക്കിട്ട് ചോറ് കെട്ടിക്കൊടുക്കണം കേട്ടോ. ഒരുപാടായി പോരുത്, കുറച്ച് മതി. വെളിച്ചെണ്ണയും ഉപ്പും കൂടെ, ഉപ്പ് നീരല്ല കേട്ടോ, ഉപ്പ് പൊടിയാണ്. നല്ലൊരു ടേസ്റ്റായിരിക്കും. ഉച്ചയാകുമ്പത്തേനും ചോറൊക്കെ ഇതിരിക്കുമ്പോൾ ചോറിട്ട് കൊടുക്കാം. അച്ചിങ്ങ മെഴുക്ക് വരട്ടി, പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് ചമ്മന്തി കേട്ടോ. വേപ്പിലക്കട്ടി ചമ്മന്തിയാണ്. പിന്നെ ഒരു ചാറുകറിയും കൂടെ ഉണ്ട്, വെള്ളരിക്ക പുളിശ്ശേരി. അത് നമ്മൾ വേറൊരു പാത്രത്തിൽ എടുക്കും. വെള്ളരിക്ക പുളിശ്ശേരി വെച്ചതാണ്. ചാറുകറി ഇതുപോലൊരു ചെറിയ പാത്രത്തിൽ കൊണ്ട്. അങ്ങനെ നമുക്ക് ഇന്ന് കൊണ്ടുപോകാനുള്ള പൊതിച്ചോറ് റെഡി കേട്ടോ. പൊതിച്ചോറ് കൊണ്ടുപോകുമ്പം ബീറ്റ്റൂട്ടിൻ്റെ ചമ്മന്തി അരച്ച് പൊതിച്ചോറിൽ വെച്ചൊന്ന് കൊണ്ടുപോയി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം.